ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കീം പ്രവേശനം അപ്പീലിൽ നിന്ന് കേരളം സുപ്രീം കോടതിയിൽ. കേരളത്തിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, സുപ്രീം കോടതിയിൽ നിന്ന് നിർണായക വിധി വന്നിരിക്കുന്നു. കീംസ് പ്രവേശനം അപ്പീലിൽ നിന്ന് കേരളം അറിയിച്ചിരിക്കുകയാണ്. അതേസമയം കേരളത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. മറ്റെന്തെല്ലാമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ. തീർച്ചയായും കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ഇന്നലെ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എന്താണ് നിലപാട്, അപ്പീൽ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ അല്ലെങ്കിൽ നീക്കമുണ്ടോ എന്നുള്ള കാര്യം സുപ്രീം കോടതി ചോദിച്ചത്. അതിനുശേഷം കേസ് ഇന്നത്തേക്ക് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. ഏതായാലും ഇന്ന് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കേരളത്തിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചത് കേരളം ഈ കീം പ്രവേശനം റദ്ദാക്കിയ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഏതെങ്കിലും വിധത്തിൽ ഈ പ്രവേശന പ്രക്രിയയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾക്ക് സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല അല്ലെങ്കിൽ ആഗ്രഹമില്ല എന്നുള്ള കാര്യവും കൂടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം അവർ ഈ കേരളത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത്, ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പുണ്ട്, ആ കാര്യങ്ങളെ ശരിവെക്കുന്നു എന്നുള്ള കാര്യവും കൂടി കേരളത്തിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും പ്രവേശന പ്രക്രിയയെ ബാധിക്കുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലും അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പീൽ ഇപ്പോൾ നൽകുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ തീരുമാനം. അതേസമയം ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ ഈ എതിർകക്ഷികൾക്ക് അടക്കം ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരിനും നോട്ടീസ് നൽകിയിരിക്കുന്നു. 4 ആഴ്ച കഴിഞ്ഞ് ഈ കേസ് വീണ്ടും പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ, റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ഹൈക്കോടതി വിധിക്ക് ഒരു സ്റ്റേ അടക്കമുള്ള ഹർജിക്കാരുടെ ആവശ്യങ്ങൾ ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഈ നോട്ടീസ് എല്ലാവർക്കും അയച്ചിരിക്കുന്നു. ഇനി ഈ നോട്ടീസിൽ ലഭിക്കുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കേസ് പരിഗണിക്കും. ഇന്നലെ തന്നെ കോടതിയും വ്യക്തമാക്കിയിരുന്നു, ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുടെ ഈ പ്രവേശനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകാൻ കോടതിയും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. അതിന്റെ ഭാഗമായി കൂടിയാണ് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്, അപ്പീൽ നൽകാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം കോടതി ചോദിച്ചത്. ഏതായാലും ഈ ഘട്ടത്തിൽ അതിന് താല്പര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ആന്റണി, അതുപോലെ തന്നെ കേരള സിലബസ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിൽ എന്ത് തീരുമാനത്തിലേക്കായിരിക്കാം സുപ്രീം കോടതി ഇനി കടക്കുക? തീർച്ചയായും ഇനി എല്ലാ കക്ഷികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനും ഈ ഘട്ടത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനടക്കം എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ ഉള്ളത് എന്നുള്ളത് കോടതിക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും കോടതിയിൽ സംസ്ഥാന സർക്കാർ ഏതായാലും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഈ പ്രവേശന നടപടികളെ ബാധിക്കുന്ന വിധത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം കേരള സിലബസിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ട് എന്ന് സംസ്ഥാനം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കോടതി ഈ 4 ആഴ്ച കഴിഞ്ഞ് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ പ്രവേശന നടപടികൾ എഞ്ചിനീയറിംഗിന്റെ അതുപോലെ തന്നെ ഫാർമസിയുടെയും കീം റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള പ്രവേശന നടപടികൾ പൂർത്തിയാകും. ഇന്നിപ്പോൾ 11 മണിയോടുകൂടി ആദ്യഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ, പ്രവേശനത്തിലുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുന്നു. നാളെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ആണ്. മറ്റന്നാൾ ആദ്യ അലോട്ട്മെന്റും ഈ പ്രവേശനത്തിലുള്ള അലോട്ട്മെന്റും വരികയാണ്. ഏതായാലും അതോടുകൂടി ഏതാണ്ട് നടപടി പ്രവേശനങ്ങൾ ഈ 4 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി പരിഗണിക്കുമ്പോഴേക്കും പൂർത്തിയായിട്ടുണ്ടാകും. ഏതായാലും കോടതി ഇന്നലെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന, പ്രവേശനത്തെ ബാധിക്കുന്ന നടപടികളിലേക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരവിലേക്ക് കോടതിക്ക് പോകാൻ ആഗ്രഹമില്ല എന്നുള്ളത് ജസ്റ്റിസ് നരസിംഹൻ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ നിലപാടിൽ തന്നെയായിരിക്കാം ഒരുപക്ഷെ കോടതി പോവുക. നീറ്റ് അടക്കമുള്ള കാര്യങ്ങളിലും കോടതി അത്രയും വലിയ ക്രമക്കേടുകൾ അടക്കം നടന്നിട്ടും കോടതി ആ പരീക്ഷ റദ്ദാക്കിയില്ലെന്നതും ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഈ നോട്ടീസ് സർക്കാരിനടക്കം നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നോട്ടീസിൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്? കാർത്തു, നോട്ടീസ് എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ, അതായത് ഒരു ഹർജി വരുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയിലോ വരുന്ന ഒരു ഹർജി വരുന്ന
ഘട്ടത്തിൽ എതിർകക്ഷികൾക്ക് ഈ ഹർജി നൽകിയവരുമായി ബന്ധപ്പെട്ടുള്ള ആ കേസുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് കൂടി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു നോട്ടീസ് നൽകുന്നത്. ആ നോട്ടീസിൽ നൽകിയിരിക്കുന്നതനുസരിച്ച് ഈ ഹർജിയിൽ ഇനി എന്താണ്, അതായത് ഇങ്ങനൊരു ഹർജി വന്നിട്ടുണ്ട്, എന്താണ് സംസ്ഥാന സർക്കാരിന് ഈ ഹർജിയിലെ വാദങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ള എന്നൊരു കാര്യമായിരിക്കും ആ നോട്ടീസിൽ ഉള്ളത്. ഇന്നലെ നോട്ടീസ് അയക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ കോടതി ആ ആവശ്യം അംഗീകരിച്ചില്ല. പകരം അപ്പീൽ നൽകുന്നുണ്ടോ എന്ന കാര്യം അവിടെ ഉണ്ടായിരുന്ന കേരളത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ചോദിക്കുകയാണ് ചെയ്തത്. ആ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ട്, അതായത് അപ്പീൽ കേരളം ഹൈക്കോടതി വിധിക്കെതിരെ നൽകുന്നുണ്ടോ എന്ന് അറിഞ്ഞ ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതായിരുന്നു കോടതിയുടെ നടപടി. ഏതായാലും അതുപ്രകാരം ഇന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അപ്പീൽ നൽകാൻ താല്പര്യമില്ല, അപ്പീൽ കേരളം നൽകുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചു. ആ ഘട്ടത്തിലാണ് ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ തുടർ നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ എതിർകക്ഷികൾക്കും ഈ CBSE വിദ്യാർത്ഥികളടക്കം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും സംസ്ഥാന സർക്കാരിനും ഇപ്പോൾ നോട്ടീസ് അയക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ശരി, കീം പ്രവേശനവുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സാഹചര്യത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചത്. ഈ പരിഗണനയിലാണ് സുപ്രീം കോടതിക്ക് കേരളത്തിനടക്കം നോട്ടീസ് അയച്ചിരിക്കുന്നത്. കീം പ്രവേശനത്തിന് അപ്പീലിനില്ലെന്നാണ് കേരള സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി 4 ആഴ്ചകൾക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഹർജിക്കാർക്കടക്കം അതുകൂടാതെ തന്നെ കേരളത്തിനും സുപ്രീം കോടതി സർക്കാരിനടക്കം നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കീം പ്രവേശന റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സാഹചര്യത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി.